ഏത് ഫ്രെയിമാണ് കാണിച്ചിട്ട് എനിക്കറിയില്ല, പക്ഷെ ഇത് വല്ലാത്തൊരു ഫ്രെയിമാണ്. ഒരു രക്ഷയില്ലാത്ത നമ്പേഴ്സാണ്. മോർ ദാൻ 500 ബൈക്ക്. പെരുന്നാൾ കഴിഞ്ഞു, നമ്മുടെ റൈഡും ഒഫീഷ്യൽ സ്റ്റാർട്ടായി. ഞാൻ പറഞ്ഞിരുന്നല്ലോ നോമ്പിൻ്റെ സമയത്ത് ബ്രേക്ക് എടുത്തതായിരുന്നു. 30 ദിവസം ഞാൻ ശരിക്കും ബ്രേക്ക് എടുത്തു. കാരണം നോമ്പൊന്നും എടുത്തിട്ട് വണ്ടി റൈഡ് പോകുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ 30 ദിവസം കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു. ഇന്ന് സെക്കൻഡ് പെരുന്നാളാണ്, രണ്ടാമത്തെ പെരുന്നാളാണ്. എൻ്റെ മുമ്പിൽ ഒരു കാഴ്ചയുണ്ട്. ഇറ്റ്സ് അമേസിങ്. അമേസിങ് മീൻസ് എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കാണാത്തൊരു കാഴ്ച ഇടാം. കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഇത് ആക്ച്വലി ഇത് എനിക്ക് കിട്ടിയൊരു ലെക്കാണ്. ലെക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ലെക്കാണ്. ഞാൻ ഇന്ന് മസ്കറ്റിലേക്ക് പോവുകയാണ്, ദുബൈയിൽ നിന്ന്. അപ്പോൾ മസ്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ അതിന് പോകാൻ വിചാരിച്ചത്. അപ്പോഴാണ് നമ്മുടെ ഹസൻ ഭായ് പറഞ്ഞത് ഇവിടെ റൈഡ് കിടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 500ഓളം വണ്ടികൾ അവർ ഇവിടുന്ന് ഹത്ത ബോർഡറിലേക്ക് റൈഡ് ചെയ്യുന്നുണ്ട് ഇന്ന ദിവസം, പെരുന്നാളിൻ്റെ നെക്സ്റ്റ് ഡേ. അപ്പം ഞാൻ എനിക്ക് ലോട്ടറി അടിച്ചിട്ടില്ല, കാരണം എന്താ ഞാനും അതേ റൂട്ടിലേക്ക് തന്നെ പോകണത്, ഇവരുടെ കൂടെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. ഇത് ഒരു അമേസിങ് കണക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എവിടെയും ഇതുവരെയായിട്ട് ഞാൻ ഇത്രയധികം ബൈക്സ് ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, യൂഎസിലും അവിടെയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷേങ്കിൽ ഇത്രയധികം വണ്ടികൾ നമ്മൾ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും കണ്ടിട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. ഒരുപാട് വെറൈറ്റി ബൈക്സ് ഉണ്ട്. ഇപ്പോൾ ഹാർലിയുടെ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഹോണ്ടയുടെ ഗ്രൂപ്പ് ഉണ്ട്, സുസുക്കിയുടെ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് BMW ആണെങ്കിൽ അതിൻ്റെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് മലയാളീസ് ഉണ്ട്, 10-50 ഒക്കെ വരുന്ന മലയാളീസിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മലയാളി വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. ചിരിച്ചോടാ ഒരു വീഡിയോഗ്രാഫർ കേട്ടോ. വണ്ടികൾ നോക്കി നിങ്ങൾ. പിന്നെ ഈ വണ്ടിയുണ്ട്, ഇത് ഇന്ത്യനാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇപ്പോഴാണ് ഈ സത്യം മനസ്സിലാക്കിയത്. ഞാൻ വിചാരിച്ചത് ഹാർലിയാണ് കേട്ടോ, പക്ഷേ ഇത് ഇന്ത്യനാണ്. ഇതൊക്കെ നമ്മളെ മലയാളീസിൻ്റെ വണ്ടികളാണ്, റൈഡേഴ്സും ഒക്കെ. പിന്നെ ഈ ഒരു കഫ്തീരുണ്ടോ, ഈ സീഷൽ എന്ന് തന്നെ, ഞാൻ നേരത്തെ അവിടെ പോയി ഫുഡ് കഴിച്ച് പൈസ കൊടുത്തപ്പോഴാണ് മനസ്സിലായത് ഏതോ ഒരാൾ എല്ലാവരും സ്പോൺസർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. PRG പാകിസ്ഥാൻ റൈഡേഴ്സ് ഗ്രൂപ്പ് UAE ഉണ്ട്, അവരെ ഫ്ലാഗ് പാകിസ്ഥാൻ്റെ ഫ്ലാഗ് ഉണ്ട്, അതുപോലെ തന്നെ UAEൻ്റെ ഫ്ലാഗ്. നമ്മുടെ അടുത്തുള്ളത് ഇന്ത്യൻ്റെ ഫ്ലാഗാണ്. പുള്ളിയുടെ ഡ്രസ്സ് ഉണ്ടോ, ഞാൻ പുള്ളിയുടെ വണ്ടി കാണിച്ചതേ. സേ ഹായ് ടു മൈ ക്യാമറ. ഹായ്. സോ വാട്ട് യു വാണ്ട് ടു സേ ടു മൈ ഓഡിയൻസ്? All thankful you make my video. You look very different today, and also your bike is a lovely bike. I'm impressed. Thank you. ഞാൻ ആക്ച്വലി പുള്ളിയുടെ വണ്ടി അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു അടിപൊളി ഗോൾഡ് വിങ് ആണ്. ഒരുപാട് പൈസ ഇറക്കിയിട്ടില്ല, മംഗലപ്പുറമിലാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു കേട്ടോ. ഞാൻ ഈ വണ്ടിയുടെ പിന്നാമ്പുറം കാണിച്ചില്ല, ഇനി ഞാൻ വണ്ടിയുടെ മുൻപുറം കാണിച്ചിടാം. പിന്നെ ഇതിലെ മ്യൂസിക്സും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. നിങ്ങൾ ശരിക്കും നാച്ചുറലായിട്ട് എൻജോയ് ചെയ്യുക. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി നടക്കുന്നത്. ഒരു ഹായ് പറഞ്ഞോ. ഹായ്. ബൈ. നിങ്ങളുടെ ഗ്രൂപ്പിനെ പറ്റി പറയാം. ജാങ്കോ ഗ്രൂപ്പാണ് നമ്മൾ. തിരിഞ്ഞത് പേര് കാണിച്ച തിരിഞ്ഞിട്ട് ജാങ്കോ. പക്ഷേ ഇവർ എത്ര ഉണ്ട്? ഞങ്ങൾ 57 മലയാളികളുണ്ട് ഇവിടെ ഉണ്ട്. എല്ലാവരും കാണാം വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര റഷാണ്. സാധാരണ ആൾക്കാർ ഉത്സവത്തിനൊക്കെ പോകുന്നത് അതുപോലെയാണ് വണ്ടികൾ. ഇത് ഗോൾഡ് വിങ് ആണ്. ഓ ആ സൗണ്ട് കണ്ടോ, ആ ഒരു രസം കണ്ടോ, സൗണ്ട് നോക്കിയേ. പിന്നെ ഇവിടെ ഒരുപാട് ഗോൾഡ് വിങ് ഉണ്ട്. ഗോൾഡ് വിങ്ങിൻ്റെ മംഗലപ്പുറയാണ്, ഒരുപാട് ഗോൾഡ് വിങ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് വന്നപ്പം എൻ്റെ വണ്ടി അവിടെ ലാസ്റ്റ് ഉള്ളത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് എത്തിയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് വരുന്ന ആൾക്കാർ ബാക്ക് സൈഡിലേക്ക് പോയി, പിന്നെ വരുന്ന ആൾക്കാർ ഫ്രണ്ടിലേക്ക് വന്നു. എന്താണ് ടീമിന്റെ പേര് പറഞ്ഞു? ജാങ്കോ റൈഡേഴ്സ്. അതിൽ ഈ ഡി എന്തുകൊണ്ട് നിങ്ങൾ പറയാത്തത്? ഡി ജാങ്കോ എന്ന് പറയും, പക്ഷെ നമ്മൾ പറയുന്നത് ഡി സൈലന്റ്, ജാങ്കോ റൈഡേഴ്സ്. ഓക്കെ, ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും മലയാളി. ഗുഡ്. മുന്നേ മല്ലു റൈഡേഴ്സ് ആയിരുന്നു പേര്. അതെ, മല്ലു റൈഡേഴ്സ് എന്നുള്ള പേര് നമ്മൾ പിന്നീട് മാറ്റി. കാരണം ഒരുപാട് മല്ലു റൈഡേഴ്സ് ഉണ്ട് ദുബായിൽ. അപ്പോൾ നമുക്കൊന്നുകൂടെ രജിസ്റ്റേർഡ് ആയി വരാനായിട്ട് ഒരു പുതിയൊരു വ്യത്യസ്തമായ പേര് ചൂസ് ചെയ്തു, ജാങ്കോ റൈഡേഴ്സ്. ജാങ്കോ റൈഡേഴ്സ് വാരിയേഴ്സ്. ഏതൊക്കെ വണ്ടികളുള്ള? ഞങ്ങളിൽ കൂടുതലും ഇന്ത്യൻ മോട്ടോർ സൈക്കിൾസ് ഉള്ള ഹാർലീസ് ഉണ്ട്, പിന്നെ BMW ഉണ്ട്, അങ്ങനെ ലിസ്റ്റ് ഓഫ് റൈഡേഴ്സ്. ബട്ട് കൂടുതലും ഇന്ത്യൻ. ലോങ് എവിടെ പോയത്? ലോങ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി പോയത് നിസ്വയാണ്, ഒമാനിൽ. ലോങ് ആണ്, അടുത്തല്ലേ?
ഞങ്ങൾക്ക് അത് നിങ്ങൾ ലോങ് വേറോട്ടും പോയിട്ടില്ല? അല്ല, നിസ്വ പോയിട്ടുണ്ട്, സൗദി ബോർഡർ പോയിട്ടുണ്ട്. നമുക്ക് പോയല്ലോ. ഞാൻ ഇവരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ വരാൻ പ്ലാൻ. പാസ്പോർട്ട് കയ്യിലുണ്ടോ? പാസ്പോർട്ടൊക്കെ ഉണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും. ഇവിടെ കയ്യിലാണോ വെക്കുന്നത്? ഇന്ന് പോകണം, ഇന്ന് വേണമെങ്കിൽ പോവാം. ആസ്കിങ് സീരിയസ്ലി, വരുന്നോ എൻ്റെ കൂടെ? പോരുന്നോ എൻ്റെ കൂടെ? ആളൊരു 100-500 ദിർഹംസിന് എക്സ്ട്രാ എക്സ്പെൻസ് ചെയ്തല്ലോ. നമുക്ക് സുഖമായിട്ട് ഒമാൻ പോയി മദ്രാസ് പോയി അവിടെ നല്ല ചായ എല്ലാം കുടിച്ചിട്ട് ഒരു ഷവർമയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ച് ഒരു ഈവനിങ് ഒരു 7 മണി 8 മണി നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു. ഞാൻ അവിടെ നേരെ വരുന്നോ? ഇങ്ങനത്തെ പ്രലോഭിക്കുമെന്നുള്ളതാണ് എൻ്റെ ജോലി. ആൾക്കാരെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ. ഇതൊക്കെ ഹാർലി ഡേവിഡ്സൺ കേട്ടോ, ഹാർലി ഡേവിഡ്സൺ ആണ്. പിന്നെ ഞാൻ എൻ്റെ ഗോൾഡ് വിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ബാർ കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേ. ഇത് വണ്ടി ഇത് ട്രയംഫിൻ്റെ വലുത് 1200 ആണ്. ഷാഫ്റ്റ് ഡ്രൈവറിൻ്റെ സാധനമാണ്, നാട്ടിലുണ്ട് കേട്ടോ. നാട്ടിൽ ഞാൻ ഓൾറെഡി അതിൻ്റെ പേര് വീഡിയോ അയച്ചു തരും. അപ്പം എനിക്ക് BM ആണ്. ഇതേതാ മോനെ സാധനം? ഇതേതാ മോഡൽ? ഇതേതാ സാധനം? BM ആണിത്. നിങ്ങളുടെ അഭിപ്രായം പറയും. ഈ വണ്ടി കണ്ടിട്ട് ലോഗോ ഇല്ല ഇതിൽ, അതാണ് പറഞ്ഞത്. ലോഗോ ഇല്ല, ഒന്നുമില്ല. ഈ ലോഗോ ഇല്ലാണ്ട് ഈ വണ്ടി തിരിച്ചിടാൻ പറ്റുന്ന ആൾക്കാരൊന്ന് പറയണം ഏതാ വണ്ടി എന്നുള്ളത്. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എക്സ്പേർട്സ് ലെവലോ. ഇതിൻ്റെ ടയറൊക്കെ എൻ്റെ കൈ നിൽക്കുന്നുണ്ടോ? ഈ കൈ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടായത്, ഇത്രയും വീതി ടയറിനുണ്ട്. ഹാർലി ഡേവിഡ്സൺ. ഹാർലി അല്ലത്. എനിക്ക് പിന്നെയും തെറ്റുപറ്റിപ്പോയി. ഇതേതാ വണ്ടി? സുസുക്കിൻ്റെ ഇൻട്രോഡോ ആണോ? ഇൻട്രോഡോ പോലെ കാണുമ്പോൾ അറിയുന്ന ആൾക്കാർ കമൻറ്റ്സ് വരട്ടെ. സോ അതെ, നമ്മൾ കഴിഞ്ഞ തവണ പോയ നമ്മുടെ സ്വന്തം റൈഡേഴ്സ് ഉണ്ട്. ഹസൻബായി മക്കളും അങ്ങനെ പറയാം. ഞാൻ ടീം മല്ലു റൈഡേഴ്സ്. ഇവിടെ ഒരുപാട് മല്ലു റൈഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേര് മാറ്റി അവർ ഡി ജാങ്കോ ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും മാറ്റി നിങ്ങളൊക്കെ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങിയത് തന്നെ? അടിപൊളി. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഇവരുടെ കൂടെ റൈഡ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പം നമ്മളെ വന്ന വണ്ടികളാണ്. ഈ വണ്ടികൾ മുഴുവനും ഇപ്പോൾ ഇവരുടെയാണ്. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ആരും വരുന്നില്ല മസ്കറ്റിലേക്ക്? ആരും വരുന്നില്ല. ലാസ്റ്റ് ചോദ്യമാണ്. വരുന്നില്ല. ഇതല്ല ഓടി എടുത്ത് ഇത് കണ്ട് ഇപ്പൊ ഈ ഒരു വ്യൂ എവിടെ ഇല്ല. ഇത് വല്ലാത്തൊരു വ്യൂ ആയിട്ട്. എനിക്കിത് ഏത് ഫ്രെയിമാണ് കാണിച്ചിട്ടുണ്ട് എനിക്കറിയില്ല, പക്ഷേ ഇത് വല്ലാത്തൊരു ഫ്രെയിം ആട്ടോ മൊത്തത്തിൽ. ഞാൻ ഈ ഐഫോണിൽ കൂടെ എടുക്കാം. ഐഫോണിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഇതാണ് ഞാൻ നോക്കുന്നത്. ഇവരെങ്ങനെയാണ് ലൈറ്റ് ഫിറ്റ് ആക്കിയത്. ഈ ലൈറ്റൊക്കെ എങ്ങനെയാണ് കൊടുത്തത്? ഈ താഴെയിലെ ഈ ഇതുണ്ടോ? ഇതുണ്ടോ? ഇതിനുള്ളിലോട്ട് ലൈറ്റ് കൊടുത്തുള്ളത്. ഇത് നല്ല ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമ്മൾ ബാർ ലൈറ്റ് ഫിറ്റ് ആക്കാനുള്ള പ്ലാനുള്ളത്. ഇവിടെ വന്നതിന് ഗോൾഡ് വിങ് എല്ലാം കണ്ട് മടുക്കും. പണ്ടാരോ പറഞ്ഞു നാട്ടിൽ ഏതോ ഒരു വണ്ടിയാണ് വൾട്ടോ പോലെ ഉണ്ട്. ഗോൾഡ് വിങ് ആണ് ഇവിടെ ഇപ്പം അങ്ങനെയുള്ളത്. ഈ ഒരു വിലയില്ല സത്യം പറഞ്ഞാൽ. നാട്ടിലാകുമ്പോൾ മുതലൊക്കെ ഒരു വിലയുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു വില കിട്ടുന്നില്ല ശരിക്കും. ഞാൻ ഇത്ര സമയം ആ ഒരു ഷോപ്പിൽ ചാർജിന് വെച്ചായിരുന്നു. അപ്പം ഇപ്പം നമ്മുടെ റൈഡേഴ്സിന് ബ്രീഫിംഗ് ഉണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ വണ്ടികൾ മാത്രമേ ഉള്ളൂ, ആൾക്കാർ എല്ലാവരും ഈ സൈഡ് കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇവിടെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ്. ഓരോരോ ഗ്യാങ്ങുകളാണ്, ഓരോ രാജ്യത്തുള്ള ആൾക്കാരാണ്. പല രാജ്യത്തുള്ള ആൾക്കാരുള്ളത്. പാകിസ്ഥാനികളുണ്ട്, ഇന്ത്യയിലുണ്ട്, അറബ്സ് ഉണ്ട്, ഇംഗ്ലീഷുകാരുണ്ട്, മറ്റ് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. കൈയുണ്ടോ? അമേരിക്കനാണല്ലോ. അമേരിക്കൻ്റെ ഒരു ഫ്ലാഗാണ് ഫുള്ള് ഗ്ലൗസിലുള്ളത്. അപ്പം പക്ഷേ എങ്കിൽ തലപ്പത്ത് നിൽക്കുന്നത് സിക്കാരുള്ളോ? നോക്കി കാണിച്ചാ. So, one of the mottos that His Excellency Sheikh Nayan said is, together, hand in hand. That is the motto of this year. So what I want you to do is reach out and hold the hand of the biker next to you. Everybody, I want 300 people to be holding hands. Oh, hey. Everybody give them a hand. It is nice ladies because they are very important in our lives. Those ladies who ride with us, those ladies who allow us to ride. That's actually. Those pillions who are going to be our photographers today. So all the pillions and all the ladies, are you on the group and you're going to post photographs? Yes. So get ready. Your first photograph is all of us holding hands. Ladies can hold ladies' hands. Who are the photographers? Come on, lady riders, please start taking photographs. I want 300 people to hold hands like to this. my viewers.
Hey bro, how are you? We met already Yes, exactly. So from Karama Patti show. exactly this one, but it's really nice. I met this guy. I'm gonna take him to Sri Lanka soon. Sure. That will be good. പുള്ളി ശ്രീലങ്കക്കാരൻ കേട്ടോ. You can stop holding hands. ബൈക്കേഴ്സിന് മാത്രം കിട്ടുന്ന പ്രിവിലേജ് ആണ്. ചില പല രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ അതിന് ലംബോർഗിനി അല്ല, നിങ്ങൾ എന്തും എടുത്തോ, നിങ്ങൾ ഏത് സൂപ്പർ കാർസ് എക്സ്പെൻസീവ് കാർസ് എടുത്തോ, പക്ഷേങ്കിൽ ബൈക്സ് എന്നുള്ളത് വേറെ തന്നെ കമ്മ്യൂണിറ്റി. നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ബൈക്കേഴ്സ് ഗ്യാതറിങ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പം ഇറാഖിലൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് കൺട്രീസ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ അവരോടൊക്കെ അവരെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് തരുന്ന റെസ്പോൺസ് ഉണ്ട്, ഒരു ഭയങ്കര പോസിറ്റീവ് ആട്ടോ. വേറെ കാർസ് ഒന്നും കിട്ടില്ല. ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ ഇവർക്ക് ലൈഫിൽ ഒരുപാട് വണ്ടികളുണ്ടാവും, വേറെ ഒരുപാട് കാർസും ട്രക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ യുണൈറ്റഡ് ആയിട്ടുള്ളത് അവരുടെ കയ്യിലുള്ള ഒരു ബൈക്കാണ്. അങ്ങനെ റൈഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണത്. നമ്മുടെ അസർബൈജാൻ ടീം ഇവിടെ ഉണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുന്നിലാണ് ബോർഡ് വിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു റൈഡാണ്. ഏറ്റവും ഇത്രയധികം മെമ്പേഴ്സിൽ റൈഡ് ഇതുവരെ ചെയ്തിട്ടില്ല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ബോർഡർ എനിക്ക് 100 കിലോമീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കാം. വല്ലാത്തൊരു സാധനമാണ് നമ്മൾ കണ്ടു കൊടുക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത നമ്പേഴ്സാണ് ഇതിൽ. നമ്മളെ റൈഡ് നോക്കണ്ട, എല്ലാവരും അങ്ങോട്ടും മിസ്സാവും, കംപ്ലീറ്റ് മിസ്സാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഹസൻഭായിനെ ഫ്രണ്ടിൽ കണ്ടില്ല, ഹസൻഭായിനെ മാത്രം പിടിക്കാം. ചെറിയൊരു പണി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. വേറെ നല്ല അതിൻ്റെ ക്യാമറേൻ്റെ ഒരു അഡാപ്റ്റർ അത് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അതിപ്പം വേറെ ഓപ്ഷൻ കാണണം. ബാക്കിൽ ട്രങ്കിൽ സാധനമുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് ഇവിടെ വെച്ചാൽ അവിടെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇനി അത് ശരിയാക്കണം. അപ്പോൾ നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങൾക്ക് വണ്ടികൾ ചാനൽ കളിച്ചിട്ടോ. ഇതിപ്പോൾ കണ്ടോ, പല ട്രാക്കായിട്ട് പല വണ്ടികളുള്ളത്. ഓക്കെ, നിങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ടി വിയിലെ ചാനൽ മാറ്റുന്നത്, യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് മാറ്റുന്നതല്ലേ, നമുക്ക് ഏത് കാറ്റഗറി വണ്ടിൻ്റെ സൗണ്ടാണ് കേൾക്കേണ്ടത് ലൈൻ മാറ്റി കൊടുത്തത്. ഇപ്പം നമുക്ക് സൂപ്പർ ബൈക്സ് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പർ ബൈക്സിന് അടുപ്പ് വയ്ക്കുന്നതിൽ ഒരു പവർ എക്സോസ്റ്റില്ലേ, ആ എക്സോസ്റ്റിൻ്റെ നോയ്സ് ശരിക്കും നമുക്ക് കിട്ടും. നേരെ നമുക്ക് ടൂറിങ് ആണ്, നമുക്ക് ടൂറിങ് ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വണ്ടികളുടെ കൂടെ ഞാൻ റൈഡ് പോകുന്നത് കേട്ടോ. ഇത് BMW വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഗോൾഡ് വിങ് ആണ്. ഇതൊക്കെ ഹാർലിന്റെ വണ്ടികളാണ്, കണ്ടില്ലേ? ഹാർലി ഡേവിഡ്സൺ. ആ സൗണ്ട് കേട്ടോ, ഹാർലി ഡേവിഡ്സൺ പറയുമ്പോൾ ആ ഒരു നോയ്സ് കേട്ടോ നിങ്ങൾ. എന്തോ രസമല്ലേ? ഇതൊക്കെ ഹാർലിക്കാരാണ്. ഇത് ഹാർലി ഡേവിഡ്സന്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. എന്താ മോനെ, ഇതാണ് മുതൽ. നോക്കിങ്ങള് ചങ്ങായി ഓടിച്ച് പോടിച്ച് പാടൊക്കെ സെറ്റ് പോകുന്നുണ്ടോ? ആ റിലാക്സ് ആയിട്ട് പോകുന്നുണ്ടോ? അതാണ് ആ വണ്ടി ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. ഇത് ഹാർലി ഡേവിഡ്സൺ ആണ് ഈ വണ്ടി. ഇവർ കറക്റ്റായിട്ട് ഹാൻഡ് സിഗ്നൽ കൊടുക്കുന്നുണ്ടോ? എന്നുവെച്ചാൽ വണ്ടി സ്ലോ ആകുമ്പോഴും സ്പീഡ് ആകുമ്പോഴും ട്രാക്ക് മാറ്റുമ്പോൾ കറക്റ്റായിട്ട് ഇവർ ഹാൻഡ് സിഗ്നൽ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കിലേക്ക് ആൾക്കാർക്ക് എന്താകാൻ പറ്റും, കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരാൾ പോലും ലൈൻ എത്തിക്കുന്നില്ല, ഒരാൾ പോലും ഓവർ സ്പീഡ് എടുക്കുന്നില്ല, ഓവർടേക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്ത് രസമല്ലേ? ഇത് രസിക്കണമെങ്കിൽ നിങ്ങളൊരു വണ്ടി പ്രാന്തനാവണം, എക്സ്പെഷ്യലി ഒരു ബൈക്ക് പ്രാന്തനാവണം. ബൈക്ക് പ്രാന്തന്മാർക്കൊക്കെ എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമായിട്ടിത്.
ഓക്കെ. ഓക്കെ മോനെ എത്ര വണ്ടികളെന്ന് പറയുന്നത്. ആ ഉപ്പയും മോനോടെ അത് സംസാരിച്ചിരുന്നു. ഭയങ്കര വണ്ടിപ്രാന്തന്മാരാണ്. എനിക്ക് തോന്നുന്നു ഇതിലൊരു 40% മലയാളികളാണ്. മലയാളീസിൻ്റെ മാത്രം ഗ്രൂപ്പിലൊരു 10-60 ആൾക്കാരുണ്ട്. അപ്പം എല്ലാം കൂടി നമ്മളെ സ്വർണം പയ്യ വരുന്നുണ്ട്. ഗോൾഡൻ ഉള്ള ആൾ വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് വണ്ടിയും പോയി തീർന്ന് ഇനിയിപ്പോൾ നമ്മളാണ്. ഓക്കെ. അല്ലേ എൻ്റെ ഗോപ്രോൻ്റെ മൗണ്ട് പൊട്ടിപ്പോയി കേട്ടോ. വേറെ ഓപ്ഷൻ ഇല്ല, ഇവിടെ നമുക്ക് ടൈമില്ല. അതുകൊണ്ട് ഗോപ്രോ ഇല്ലാണ്ട് പോകേണ്ടത് നല്ലത്. വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ഇത് റൈഡ് സ്റ്റാർട്ടായി. അപ്പോൾ ഇനി വിടാം. ഇവിടെ കൽബത്തിലുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും ഇയാളും എൻ്റെ ക്യാമറയിൽ എപ്പം നോക്കും എൻ്റെ ട്രെയിനിൽ ഇന്റർവ്യൂ നമ്മൾ ലാസ്റ്റ് എടുത്ത് എൻ്റെ വണ്ടിയുടെ ഞാൻ പാടുന്നതിനാറോ അല്ലെങ്കിൽ മ്യൂസിക് ഇറങ്ങുന്നു കേട്ടോ. പാകിസ്ഥാനാണ്. ഇത് നോക്കിയാൽ ഇഷ്ടപ്പെട്ടോ. ബൈക്കേഴ്സ് എന്നുള്ള ഇഷ്ടം കേട്ടോ. ഇത് മാക്സിമം നമ്മളുടെ പുള്ളിയുടെ വീഡിയോയിലൊക്കെ എന്നെ ഇടുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ക്യാമറ പൊട്ടിപ്പോയ സങ്കടം മാത്രമല്ല, അത് സങ്കടം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. അടിപൊളിയായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് വന്ന വളരെ പതുക്കെ വന്ന റൈഡാണ് കേട്ടോ. ഇങ്ങനെ വല്ലതും ഞാൻ വന്നിട്ടില്ല. കാരണം ഞാൻ സൂപ്പറല്ലേ. പിന്നെ അതുപോലെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ ലൈൻ സിസ്റ്റം ഒന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ ഗ്രൂപ്പ് റൈഡ് പോയിട്ടില്ല. ഗ്രൂപ്പ് റൈഡ് പോകാൻ ഒരു താല്പര്യമില്ല. തൃപ്തിയാണ്. ഒറ്റക്കൊറ്റക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ റൂൾസ് ഒന്നും എനിക്കറിയാം. ഇനി പഠിച്ചിട്ടും കാര്യമില്ല. കാരണം ഗ്രൂപ്പ് റൈഡ് പോകാൻ ചാൻസ് ഇല്ല. ഒറ്റക്ക് പോകും, ഒറ്റക്ക് വരും. അതാണ് രസം. മല്ലൂർ റൈഡേഴ്സിനായിട്ട് നീ ജോയിൻ ചെയ്തിട്ടില്ല. ഇനി നിനക്ക് ഇതുപോലെ ഗ്രൂപ്പ് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. അത്ഭുതം. മോർ ദാൻ 500 ബൈക്ക്, 28 കൺട്രി റൈഡേഴ്സ്, 28 രാജ്യം റൈഡേഴ്സ് ഉണ്ടല്ലോ. എല്ലാവരും ബ്രദർഹുഡ് ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി ഇവര് തിരിച്ചിട്ട് ദുബായിലോട്ട് പോകും, എന്നിട്ട് കിടന്നുറങ്ങും. അതല്ല നിങ്ങൾ ചെയ്യാൻ പോണത്. ഞാൻ ഇവിടുന്ന് നേരെ എനിക്ക് ഇവിടുന്ന് റൈഡ് ചെയ്ത് മസ്കറ്റ് എത്തുന്നത്. മസ്കറ്റ് പോയിട്ട് അവിടെയാണ് ഇന്ന് തോൾട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് മുന്നേ എനിക്ക് ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ആയിട്ട് ഇലക്ട്രോണിക് ഷോപ്പിംഗ് ആണ്. എൻ്റെ ക്യാമറ, എൻ്റെ ഗാഡ്ജറ്റുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ ചാർജറിൻ്റെ കേബിൾ അടിച്ചു പോയിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കണം. കുറേ പണിയുണ്ട്. എനർജി കൂടി കേട്ടോ. കഴിഞ്ഞ വ്ളോഗ് എനർജി കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ എനർജി കൂടി. വേറെ ഒന്നുമല്ല, അപ്പോൾ നമ്മൾ വണ്ടിയിലുള്ളത്, നമ്മൾ മോട്ടോർ വ്ളോഗിലുള്ളത്, നമ്മൾ വേൾഡ് റൈഡിൻ്റെ എപ്പിസോഡിലുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് സന്തോഷം. ഒരു ദിവസം ഇപ്പോൾ ഹസൻ ഭായി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ഹോൾഡ് ചെയ്ത്, അതുകൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇത്രയധികം ബൈക്കേഴ്സിനെ കാണാൻ പറ്റി, ബൈക്സ് കാണാൻ പറ്റി. അതാണ് മെയിൻ. ഒരുപാട് വെറൈറ്റി ബൈക്സ് കാണാൻ പറ്റി. എവിടെയും കാണാത്ത വണ്ടികളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടോ. ഓക്കെ, സോ ഹാപ്പി. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നമ്മൾ ഇനി കാണാൻ പോകുന്ന നമ്മുടെ അടുത്ത കൺട്രി ബോർഡർ ക്രോസിങ്ങിൻ്റെ വീഡിയോ ആണ്. വേറെ ഇതുമല്ല, നമ്മുടെ ഒമാൻ ബോർഡർ ക്രോസിംഗ് ആണ്. ഓൾറെഡി നമ്മൾ അപ്പാച്ചി എടുത്തിട്ടും അതുപോലെ നമ്മുടെ പറക്കുന്നിലേക്ക് എടുത്ത് ക്രോസ് ചെയ്തിരുന്നു. പക്ഷേങ്കിൽ ഗോൾഡ് വിങ് എടുത്തിട്ട് ആദ്യമായിട്ട് കേട്ടോ. പിന്നെ ഗോൾഡ് വിങ്ങിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം പോലില്ല. എൻ്റെ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോസ് വരാണ്ട്